ഒരു രീതിയിലൊക്കെ പാലപ്പം ഉണ്ടാക്കാൻ മിക്ക പേർക്കും മടിയായിരിക്കും. എന്നാൽ പാലപ്പത്തിൻ്റെ യഥാർത്ഥ ആ ഒരു രുചി കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത് വെള്ളപ്പയാവുള്ളൂ. വെള്ളപ്പവും പാലപ്പവും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, ആ ഒരു ടേസ്റ്റിന് തന്നെ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 5 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് ഊറ്റി വെക്കാം, വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വെള്ളം നന്നായിട്ടൊന്ന് വലിയാൻ വേണ്ടിയിട്ട് ഞാനിതൊരു തുണിയിൽ, ഒരു കോട്ടൻ്റെ തുണിയിൽ ഒന്ന് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് നിരത്തിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയി വന്നിട്ടുള്ള അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ഡ്രൈ ആവേണ്ട, ആ ഒരു നനവൊന്ന് പോയാൽ മതി കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് പാലപ്പത്തിന് വേണ്ടത്. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു അരിപ്പുണ്ടല്ലോ, അതിലൂടെ ഒന്നങ്ങ് തരിച്ചെടുത്താൽ മതിട്ടോ. അപ്പോൾ വലുതായിട്ട് തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നൈസായിട്ടുള്ള അരിപ്പൊടിയായിട്ട് കിട്ടും. എന്നിട്ട് ഇതിൽ നിന്നൊരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അരിപ്പൊടിയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി ഒന്നങ്ങ് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്നങ്ങ് കുറുകിയിട്ട് വരും. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3 കപ്പ് അരിപ്പൊടി, നൈസായിട്ടുള്ള 3 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 3 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ ഉണ്ടാവുക മാവ് കുറച്ച്. അപ്പോൾ അങ്ങനെ തന്നെ വേണം. അപ്പോൾ നമ്മൾ ആ ഒരു കുറുക്കി എടുത്തിട്ടുള്ള ആ ഒരു ഇതിൽ മാത്രം വെച്ചിട്ട്, ആ ഒരു വെള്ളത്തിൽ മാത്രം വെച്ചിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, പൊങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 8-10 മണിക്കൂർ വെക്കാം കേട്ടോ. അത് ഓരോ സ്ഥലത്തെയും ചൂടിനനുസരിച്ചിട്ടാണ്. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് തന്നെ ആവും. തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ പൊങ്ങാൻ വെക്കുന്ന ആ ഒരു സമയം എത്രയാണോ അതിനനുസരിച്ചിട്ട് വെക്കുക കേട്ടോ. 8 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും ആവും. അപ്പോൾ അടച്ച് വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ ഇത് റെഡിയാക്കി വെക്കുന്നത്. രാത്രി ഒരു 7 മണിക്കാവുമ്പോൾ റെഡിയാക്കി വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എടുക്കാനാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്നങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഇതിലുള്ള മെയിൻ ചേരുവ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ. നല്ല കട്ടിയുള്ള 3/4 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ ഈ ഒരു പാലപ്പത്തിൻ്റെ രുചിയെ ഒന്ന് വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ പാലപ്പാവ്. അപ്പോഴാണ് ആ ഒരു പാലപ്പത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടാണ് വേണ്ടത്. നമ്മൾ പാലപ്പം ചുറ്റിച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൂസിൽ കലക്കിയെടുക്കുക കേട്ടോ. അതിന് വേണ്ട തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവിലേക്കാണെന്നുണ്ടെങ്കിൽ, ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പൊടിയുടെ അളവിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് മതിയാവും കേട്ടോ തേങ്ങാപ്പാൽ. ഏറി വന്നാൽ ചിലപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ വേണ്ടി വരും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് അങ്ങോട്ട് ഈ ഒരു ലൂസിൽ ആവാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും ഉപ്പും തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ തന്നെ അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമ്മളിതാ ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചൂടായിട്ടുള്ള പാനിലേക്ക് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അരികൊക്കെ നല്ല മുരിഞ്ഞിട്ടുള്ള പാലപ്പം റെഡിയായിട്ട് കിട്ടും. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പമാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് ഇത് വെറുതെ കഴിക്കാൻ തന്നെ, കറിയൊന്നും ഇല്ലാതെ ഇതുപോലെ ചൂടോടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ ഈ ഒരു രീതിയിലുള്ള പാലപ്പം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്